ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ഉദ്ഗ്രഥനം 2ാം ദിവസത്തെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. 1ാം ക്ലാസ്സിലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. എങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ. ഉദ്ഗ്രഥനം 2ാം ദിവസത്തെ ചോദ്യ പേപ്പറാണ്. പ്രവർത്തനം 6 മുതലാണ് തുടങ്ങുന്നത്. പലഹാരമേള, പലഹാരങ്ങൾ തരംതിരിക്കൂ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ മലയാളത്തിലെ പിന്നെയും ചെറുതായി പാലപ്പം എന്നുള്ള പാഠഭാഗം പഠിച്ചപ്പോൾ പലഹാരമേള ക്ലാസ്സിൽ നടത്തിയതാണ്. അപ്പോൾ തന്നിരിക്കുന്ന പലഹാരങ്ങൾ നമുക്ക് നോക്കാം. ദോശ, പുട്ട്, കുഴലപ്പം, പഴംപൊരി, ചപ്പാത്തി, പത്തിരി, നൂലപ്പം, ഓട്ടട, അച്ചപ്പം, കൊഴുക്കട്ട, ഉണ്ണിയപ്പം, ഇലയട. ഇതിന്റെ എല്ലാം ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പലഹാരം ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. വായിക്കാനും കഴിയുന്നുണ്ടോ? എങ്കിൽ ആവിയിൽ വേവിക്കുന്നവയും ചുട്ടെടുക്കുന്നവയും വറുത്തെടുക്കുന്നവയും തരംതിരിച്ചു വെക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവിടെ 3 കോളങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കോളത്തിൽ എന്തെഴുതണം? ആവിയിൽ വേവിക്കുന്നവ. അടുത്ത കോളത്തിൽ ചുട്ടെടുക്കുന്നവ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ അടുത്ത കോളത്തിലോ വറുത്തെടുക്കുന്നവ എന്ന് എഴുതണം. അപ്പൊ നമുക്ക് ഓരോരോ കോളമായിട്ട് പൂരിപ്പിക്കാം. ആദ്യം ആവിയിൽ വേവിക്കുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, തന്നിരിക്കുന്ന പലഹാരങ്ങളിൽ ദോശ ചുട്ടെടുക്കുന്നതാണ്, പുട്ട് ആവിയിൽ വേവിക്കുന്നതാണ്. അപ്പൊ പുട്ട് എഴുതാം. കുഴലപ്പം ചുട്ടെടുക്കുന്നതാണോ, ആവിയിൽ വേവിക്കുന്നതാണോ, വറുത്തെടുക്കുന്നതാണോ? വറുത്തെടുക്കുന്നതാണ്. പഴംപൊരി വറുത്തെടുക്കുന്നതാണ്. ചപ്പാത്തി ചുട്ടെടുക്കുന്നതാണ്. പത്തിരിയും ചുട്ടെടുക്കുന്നതാണ്. നൂലപ്പം ആവിയിൽ വേവിക്കുന്നതാണ്. ഓട്ടട ചുട്ടെടുക്കുന്നതാണ്. അച്ചപ്പം വറുത്തെടുക്കുന്നതാണ്. കൊഴുക്കട്ട ആവിയിൽ വേവിക്കുന്നതാണ്. ഉണ്ണിയപ്പം വറുത്തെടുക്കുന്നതാണ്. ഇലയട ആവിയിൽ വേവിക്കുന്നതാണ്. എങ്കിൽ നമുക്ക് ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങളൊന്ന് എഴുതിയാലോ. പുട്ട്, പിന്നെയോ നൂലപ്പം, കൊഴുക്കട്ട, ഇലയട. ഇവ ആവിയിൽ വേവിക്കുന്നതിന് താഴെ എഴുതുക. എന്നിട്ട് ചുട്ടെടുക്കുന്നവ ഏതെല്ലാമാണെന്ന് നമ്മൾ എഴുതണം. അവിടെ ചുട്ടെടുക്കുന്നവ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ചുട്ടെടുക്കുന്ന പലഹാരങ്ങൾ ഏതൊക്കെയാണ്? ദോശ, ചപ്പാത്തി, പത്തിരി, ഓട്ടട. അടുത്ത കോളത്തിൽ എന്തെഴുതണം? വറുത്തെടുക്കുന്നവ. വറുത്തെടുക്കുന്നവ ഏതൊക്കെയാണ് ഇതിലെ? കുഴലപ്പം, പഴംപൊരി, അച്ചപ്പം, ഉണ്ണിയപ്പം. ഇതെല്ലാം വറുത്തെടുക്കുന്നവയിൽ എഴുതണം. വേവിക്കാതെ കഴിക്കുന്ന 2 ആഹാര സാധനങ്ങളുടെ പേരെഴുതുക. വേവിക്കാതെ കഴിക്കുന്ന എന്തൊക്കെയാണ്? തൈര്, മോര്, സാലഡ്, സർബത്ത്, ജ്യൂസ്, അങ്ങനെയൊക്കെ എഴുതാം. 2 എണ്ണം എഴുതിയാൽ മതിയാകും. അപ്പോൾ നിങ്ങൾ പലഹാരങ്ങളിൽ ആവിയിൽ വേവിക്കുന്നവ, വറുത്തെടുക്കുന്നവ, ചുട്ടെടുക്കുന്നവ എല്ലാം അറിഞ്ഞിരിക്കണം. അവ എഴുതാനും പഠിക്കണം. ഒപ്പം വേവിക്കാത്ത ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുകയും അത് എഴുതാനും അറിഞ്ഞിരിക്കണം. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 7, ആമിയും അമ്മയും. ഇവർ പറയുന്നത് എന്താണ്? എഴുതൂ. അടുക്കളയിലായി ആമിയും അമ്മയും നിൽക്കുന്നതും സംസാരിക്കുന്നതും നമുക്ക് ചിത്രത്തിൽ കാണാം. അപ്പോ സ്കൂളിലെ പലഹാരമേളയായിരുന്നു. ആമി സ്കൂളിൽ പലഹാരം കൊണ്ടുപോയി. കൂട്ടുകാരെല്ലാം പലഹാരങ്ങൾ കൊണ്ടുവന്നു. അമ്മ ചോദിക്കുകയാണ്, മോളെ എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നു? അപ്പോ ആമി പറയുന്നു, എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നു അമ്മേ. അമ്മ വീണ്ടും ചോദിക്കുന്നു, നിന്റെ കൂട്ടുകാരി സൈറ ഏത് പലഹാരമാണ് കൊണ്ടുവന്നത്? അപ്പോൾ ആമി ഉത്തരം പറഞ്ഞു, സൈറ ഉണ്ണിയപ്പം കൊണ്ടുവന്നു അമ്മേ. വീണ്ടും അമ്മ ചോദിക്കുന്നു, ആമി മോൾ ഏത് പലഹാരമാണ് കഴിച്ചത്? അപ്പോൾ ആമി ഉത്തരം പറഞ്ഞു, ഞങ്ങളുടെ ബെഞ്ചിലിരുന്ന എല്ലാ കുട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലഹാരങ്ങൾ കൊടുത്താണ് അമ്മേ കഴിച്ചത്. അതുകൊണ്ട് കുറെ പലഹാരങ്ങൾ കഴിച്ചു. ഇതിൽ ചിത്രം തന്നിട്ട് ആദ്യം അമ്മ ചോദിക്കുന്ന ചോദ്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. മോളെ എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നോ എന്ന്. ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതേണ്ടത് നിങ്ങൾ തന്നെയാണ്. ബാക്കി അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങളും ആമി പറയുന്ന ഉത്തരങ്ങളും എഴുതേണ്ടത് നിങ്ങളാണ്. അപ്പോൾ പലഹാരമേളയെ കുറിച്ച് ആലോചിച്ച്, ക്ലാസ്സിൽ പലഹാരമേള നടത്തി കാണുമല്ലോ, അത് ആലോചിച്ച് അമ്മ എന്തൊക്കെ ചോദ്യങ്ങളാവും ചോദിക്കുക, അതിന് ചേർന്ന ഉത്തരങ്ങൾ ആമി പറയും പോലെയാണ് നിങ്ങൾ എഴുതേണ്ടത്. പലഹാരങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും തമ്മിൽ ബന്ധമുണ്ടാകണം. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 8, വിജയ് ആര്? കൂട്ടങ്ങൾ ചേർത്ത് സംഖ്യ എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളും ഇരുന്ന് മുത്തു കോർക്കുന്നത് കാണാം. അപ്പോ അവര് മാല കോർക്കുകയാണ്. ആമി പച്ചമുത്ത് 10 എണ്ണം, ചുവപ്പ് 10 എണ്ണം, മഞ്ഞ 10 എണ്ണം, വെള്ള 3 എണ്ണം. അപ്പോ മൊത്തം എത്ര എണ്ണമായി? ആ കോളത്തിൽ ഒരു ബോക്സ് തന്നിട്ടില്ലേ? ആ ബോക്സിലായിട്ട് നമുക്ക് എഴുതണം. മൊത്തം എത്ര? 10 + 10 + 10 + 3 33. ജാനി
പച്ച 10, ചുവപ്പ് 10, മഞ്ഞ 9. അപ്പോ ടോട്ടൽ എത്ര കിട്ടി? മൊത്തം 29. അപ്പൊ ആ ബോക്സിൽ 29 എന്ന് എഴുതണം. മനു 10 + 10 + 10. എന്തൊക്കെയാ 10? പച്ച 10, ചുവപ്പ് 10, മഞ്ഞ 10. മൊത്തം എത്ര കിട്ടി? 30. ആരാണ് വിജയിച്ചത്? ആരാണ് വിജയിച്ചത്? ഏറ്റവും കൂടുതൽ ആർക്കാണ്? 33 കിട്ടി, ആമിക്കാണ്. അപ്പൊ വിജയിച്ചത് ആമിയാണ്. ഏറ്റവും കുറവ് മുത്തുകോർത്തത് ആരാണ്? ഏറ്റവും കുറവ് മുത്തുകോർത്തത് 29 മുത്തുകോർത്ത ജാനിയാണ്. അപ്പൊ ആ ബോക്സിൽ എന്തെഴുതണം? ജാനി എന്ന് എഴുതണം. നമ്മൾ നേരത്തെ കണ്ട അതേ ചോദ്യം തന്നെയാണ്, പക്ഷേ ചോദ്യം ഇംഗ്ലീഷിലാണെന്ന് മാത്രം. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ഈ ചോദ്യമായിരിക്കും. ആക്ടിവിറ്റി 8, ഹൂ ഇസ് ദ വിന്നർ? ആരാണ് വിജയി? റൈറ്റ് ദ സം ബൈ ആഡിങ് ഈച്ച് സെറ്റ്. ഓരോ സെറ്റും ആഡ് ചെയ്ത് എഴുതുക. അവിടെ ചിത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 3 പേരും മുത്തുകോർക്കുകയാണ്. ആമി ഗ്രീൻ 10, റെഡ് 10, യെല്ലോ 10, വൈറ്റ് 3. ടോട്ടൽ 33. ജാനി ഗ്രീൻ 10, റെഡ് 10, യെല്ലോ 9. മനു ഗ്രീൻ ബീഡ്സ് 10, റെഡ് ബീഡ്സ് 10, യെല്ലോ ബീഡ്സ് 10. ടോട്ടൽ 30. Who is the winner? Winner is Ami. Who threaded the smallest number of beads? ആരാണ് ഏറ്റവും കുറച്ച് ബീഡ്സ് കോർത്തത് എന്നാണ് ചോദിക്കുന്നത്. മുത്തു കോർത്തത് ആരാണ്? നമുക്കറിയാം, ജാനിയാണ്. അപ്പൊ ബോക്സിൽ ജാനി എന്ന് എഴുതുക. അടുത്ത പ്രവർത്തനം 9, വളകൾ ഇടാം. 11 വളകൾ 2 കൈകളിലുമായി എങ്ങനെയെല്ലാം ഇടാം? അപ്പൊ അവിടെ ഒരു ഡോൾ ഉണ്ടല്ലേ, പാവയുടെ 2 കൈയിലുമായിട്ട് 11 വളകൾ ഇടണം. പേര് തന്നിട്ടുണ്ട്, വലത് കൈ ഇടത് കൈ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം വളകൾ ഇടുന്നത് ആമിയാണ്. ആമി വലത് കൈയിൽ 6 എണ്ണവും ഇടത് കൈയിൽ 5 എണ്ണവും ഇട്ടു. 6ഉം 5ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 6ന്റെ കൂടെ 5ഉം കൂടി കൂട്ടിയാൽ 7, 8, 9, 10, 11. അപ്പൊ മൊത്തം 11 വളകൾ ആയി. ഇനി അടുത്ത് വളയിടാൻ പോകുന്നത് ജാനിയാണ്. ജാനി വലതു കൈയിൽ 4 വളയും ബാക്കി ഇടത് കൈയിൽ 7 വളയും ഇട്ടു. 7ഉം 4ഉം കൂട്ടിയാൽ 11. ഇതുപോലെ 2 കൈയിലും കൂടി 11 വളകൾ ഇടുന്ന രീതിയിൽ വലത് കൈയിലും ഇടത് കൈയിലുമായി വളകൾ ഇടുക. അടുത്ത് വളയിടാൻ പോകുന്നത് മനു ആണ്. മനു വലതു കൈയിൽ ആദ്യം 3 വള ഇട്ടു. 3നോട് എത്ര കൂട്ടിയാൽ 11 ആവും? ആ വള ഇടത് കൈയിൽ ഇടണം. അപ്പോൾ ഇടത് കൈയിൽ 8 വള ഇട്ടു. റാണി വലതു കൈയിൽ 5 വള ഇട്ടു. ഇടതു കൈയിൽ 6 വള ഇട്ടു. റയാൻ വലതു കൈയിൽ 10 വളയിട്ടു. അപ്പോൾ ഇടതു കൈയിൽ എത്ര വള കൂടി ഇടണം? 1 വളയും കൂടി ഇടുമ്പോൾ 11 ആവും. ജാൻസി വലതു കൈയിൽ 9 വളയിട്ടു. ഇടത് കൈയിൽ 10, 11 ആവാൻ പിന്നെ 2 വള കൂടി ഇടണം. അപ്പോൾ ഇടത് കൈയിൽ 2 വള കൂടി ഇട്ടു. ഇതുപോലെ 2 കൈയിലും കൂടി കൂട്ടുമ്പോൾ 11 ആകുന്ന വിധത്തിൽ നിങ്ങൾക്ക് വലത് കൈയിലും ഇടത് കൈയിലും വളകൾ ഇട്ടുകൊടുക്കാവുന്നതാണ്. ആക്ടിവിറ്റി 9, ലെറ്റ്സ് വെയർ ബാംഗിൾസ്. നമ്മൾ നേരത്തെ കണ്ട അതേ ചോദ്യം തന്നെയാണ്, പക്ഷേ ഇത് ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഇങ്ങനെയായിരിക്കും ചോദ്യം. അപ്പോൾ നമുക്ക് വളകൾ ഇട്ട് കൊടുക്കാം. ഇൻ വിച്ച് വേസ് ക്യാൻ വി വെയർ 11 ബാംഗിൾസ് ഓൺ 2 ഹാൻഡ്സ്? എങ്ങനെ 11 വളകൾ 2 കൈകളിലും കൂടി ഇടാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം ആമി, റൈറ്റ് ഹാൻഡ് 6, ലെഫ്റ്റ് ഹാൻഡ് 5. ടോട്ടൽ 6 + 5 = 11. അപ്പോൾ നമുക്ക് ജാനി, മനു, റാണി, റയാൻ, ജാൻസി എന്നിവർ എങ്ങനെയാണ് വളയിട്ടതെന്ന് നോക്കാം. ജാനി 4 റൈറ്റ് ഹാൻഡ് ആൻഡ് 7 ഇൻ ലെഫ്റ്റ് ഹാൻഡ്. മനു റൈറ്റ് ഹാൻഡിൽ 3 എണ്ണം, ലെഫ്റ്റ് ഹാൻഡിൽ 8 എണ്ണം. അതുപോലെ റാണി റൈറ്റ് ഹാൻഡിൽ 5 എണ്ണം ഇട്ടു, ലെഫ്റ്റ് ഹാൻഡിൽ 6 എണ്ണം ഇട്ടു. റയാൻ റൈറ്റ് ഹാൻഡിൽ 10 എണ്ണം ഇട്ടു, ലെഫ്റ്റ് ഹാൻഡിൽ 1 എണ്ണം ഇട്ടു. അപ്പോൾ ടോട്ടൽ 11 ആയി. ജാൻസി റൈറ്റ് ഹാൻഡിൽ 9 എണ്ണം ഇട്ടു, പിന്നെ ലെഫ്റ്റ് ഹാൻഡിൽ എത്ര കൂടി ഇടണം? 2 കൂടി ഇട്ടപ്പോൾ 11 ആയി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വളകൾ മാറ്റി മാറ്റിയിട്ട്, പക്ഷെ 2 കൈയിലും കൂടി ടോട്ടൽ 11 ബാംഗിൾസ് വേണം. നമ്മൾ 1ാം ക്ലാസ്സിലെ ഇന്റഗ്രേഷന്റെ ഈ ചോദ്യപേപ്പറിലെ മുഴുവൻ ചോദ്യങ്ങളും ആൻസറുകളും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വേറൊരു ചോദ്യപേപ്പറുമായി കാണാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.